കൊട്ടിയൂരിൽ ദർശനപുണ്യം തേടി രമ്യ ഹരിദാസ് MLA എത്തി. വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ കുട്ടിക്കാലം മുതലേ ദർശനം നടത്താറുണ്ടെന്നും അത് ഒരു ഭാഗ്യമായി കരുതുന്നുവെന്നും MLA പറഞ്ഞു. അല്ലല്ല, കൊട്ടിയൂര് നമ്മള് എന്താ പറയാ, ഞാന് 2-3 തവണ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഓർമ്മയിൽ. കാരണം ഇന്നാണല്ലോ ഒരുപാട് ആളുകൾ വരികയും ഇന്നാണ് കൊട്ടിയൂരിൻ്റെ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോ ഒക്കെ പുറത്തു പോകണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് വളരുന്ന ഐതിഹ്യങ്ങളാണ്. വീട്ടിൽ മുതിർന്ന അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യാഗത്തിൻ്റെയും അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കൊട്ടിയൂർ വരുന്നത്. പക്ഷെ അന്ന് നല്ല വെള്ളത്തിൽ, ഞാൻ ഇപ്പം നടന്നു വരുമ്പോൾ പറയുമായിരുന്നു, അന്ന് വെള്ളത്തിലൂടെ നമ്മൾ നടന്നു വരികയും മുങ്ങിക്കുളിച്ച് കല്ലെടുത്തിട്ടൊക്കെ ആയിരുന്നു നമ്മൾ മുൻപ് വന്നിരുന്നത്. പക്ഷെ ഇത്തവണ മഴ കുറവുള്ളത് ശരിക്കും നമുക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ ചെയ്യും നമുക്കത്. പക്ഷേ കൊട്ടിയൂർ വരിക എന്നുള്ളതും ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എന്താ പറയുക, ഒരു പുണ്യമാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ട്. അത് തന്നെയാണ് നമ്മളെ വീണ്ടും വീണ്ടും ഈ മണ്ണിലേക്ക് എത്തിക്കുന്നത്. കൊട്ടിയൂരിൽ കർണാടക ഭക്തരെത്തുന്നതിനെ കുറിച്ചും രമ്യ ഹരിദാസ് MLA പ്രതികരിച്ചു. നമ്മുടെ ക്ഷേത്രത്തിന്റെ മഹിമ കേട്ടറിഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തരെത്തുന്നത് നല്ല കാര്യമാണ്. എന്നാൽ പ്രകൃതി മലിനമാക്കരുതെന്നും ശുചിത്വത്തോടെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കാത്തു സൂക്ഷിക്കണമെന്നും രമ്യ ഹരിദാസ് MLA പറഞ്ഞു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിലേക്ക് അത് പുറത്തേക്ക് അറിയുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ അഭിമാനമാണ്. അപ്പോൾ പുറത്തെല്ലാ സംസ്ഥാനത്തു നിന്നുള്ളവരും വരണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളതും ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവരറിഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. പിന്നെ നമ്മളെ പ്രദേശത്തുള്ള ആളുകളുടെ വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഇത്രയും നല്ലൊരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് വേസ്റ്റ് ഇട്ട് പോകുന്ന ഒരു പ്രവണത ഭക്തർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്താനും അതിനായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ആ സമയങ്ങളിൽ ക്രമീകരിക്കുക എന്നുള്ളത് കൂടി നമ്മുടെയൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടതാണ്.